പശ്ചിമേഷ്യയിൽ ഒന്നാകെയുണ്ടായ നിലവിലുള്ള യുദ്ധ സാഹചര്യത്തിൽ ഇസ്രായേലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാനെ പിന്തുണക്കുന്ന മിലീഷ്യ ഗ്രൂപ്പുകൾ, വെസ്റ്റേൺ മീഡിയ പറയുന്ന ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ, ഇറാൻ വിശേഷിപ്പിക്കുന്ന പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്നുള്ള പ്രതിരോധ പ്രസ്ഥാനങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. ഇറാനെ പിന്തുണച്ചുകൊണ്ട് ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പായ ഖത്തീബ് ഹിസ്ബുള്ള, ലബനനിലെ പ്രതിരോധ പ്രസ്ഥാനമായ ഹിസ്ബുള്ള, യമനിലെ പ്രതിരോധ പ്രസ്ഥാനമായ അൻസാറുള്ള അഥവാ ഹൂത്തികൾ, ഇവരാണ് പ്രധാനമായിട്ടുള്ളത്. മറ്റു മേഖലയിലുള്ള പ്രതിരോധ പ്രസ്ഥാനങ്ങൾ, ഖുദ്സ് ഫോഴ്സ് അടക്കമുള്ള പ്രതിരോധ പ്രസ്ഥാനങ്ങൾ ഇവരുടെ കൂടെയുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പായ ഖത്തീബ് ഹിസ്ബുള്ളയാണ് സജീവമായി രംഗത്തുള്ളത്. ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങളും ഇർബിലിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിലും ഖത്തീബ് ഹിസ്ബുള്ള പങ്കെടുത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഖത്തീബ് ഹിസ്ബുള്ള നേരത്തെ തന്നെ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പരമോന്നത നേതാവിന്റെ ആഹ്വാനം ഉണ്ടായാൽ യുദ്ധരംഗത്ത് സജീവമാകുമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ, ഈ യുദ്ധം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. യുദ്ധമുണ്ടായി ആദ്യ മണിക്കൂറിൽ തന്നെ, ഈ മുമ്പത്തെ ദിവസം അവർ പ്രധാനമായിട്ടും കുർദ് ഗ്രൂപ്പുകളോട് പറഞ്ഞത്, നിലവിലുള്ള സാഹചര്യത്തിൽ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇറാഖിലോ ഇറാനിലോ എന്തെങ്കിലും രീതിയിലുള്ള മൂവ്മെന്റുകൾ നടത്തരുത്, അമേരിക്കൻ താല്പര്യങ്ങളെ പിന്തുണക്കരുത്, ഇത് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്നാണ് കുർദ് ഗ്രൂപ്പുകളോട് ഖത്തീബ് ഹിസ്ബുള്ള പറഞ്ഞിട്ടുള്ളത്. അഥവാ കുർദ് ഗ്രൂപ്പുകൾ എന്നുള്ളത് സിറിയ, ഇറാഖ്, ഇറാൻ, തുർക്കി ഇങ്ങനെ ഈ രാജ്യങ്ങളിൽ വിഭജിച്ചു കൊടുക്കുന്നതാണ്. സ്വതന്ത്ര രാജ്യം എന്നുള്ള അവകാശവാദം അവർക്കുണ്ട്. പക്ഷേ സിറിയയിൽ അവർ അതിൽ നിന്ന് പിന്നോട്ട് മാറി. പക്ഷെ തുർക്കിയിലും അവർ ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷെ ഇറാഖിലും ഇറാനിലും അവരുണ്ട്, അവരുടേതായ ആവശ്യങ്ങളുണ്ട്. അവരെ ഉപയോഗപ്പെടുത്തി അമേരിക്ക അത് അവരുടെ താല്പര്യങ്ങൾ നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇതിനെതിരെ ആദ്യം വന്നത് ഖത്തീബ് ഹിസ്ബുള്ളയാണ്. അപ്പോൾ നിലവിൽ ഇന്ന് തുടങ്ങിയ യുദ്ധത്തിൽ ഖത്തീബ് ഹിസ്ബുള്ള ഈ ഇറാഖിൽ നിന്നും ഈ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇസ്രായേലിലെ കേന്ദ്രങ്ങൾക്കു നേരെയുള്ള ആക്രമണങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ ആയുധങ്ങൾ എന്നുള്ളത് പരിമിതമാണ്. വലിയ റോക്കറ്റുകൾ, മിസൈലുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇറാന്റെ കയ്യിലുള്ളത് പോലെയുള്ള. പക്ഷെ പരിമിതമായ ആയുധങ്ങളാണെങ്കിൽ പോലും അത് നിരന്തരമായ ഡ്രോൺ ആക്രമണം നടത്തുക, അല്ലെങ്കിൽ നിരന്തരമായ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുക, ചെറിയ ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കൻ സൈനിക താവളങ്ങളെ, ലക്ഷ്യങ്ങളെയൊക്കെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുക, ഇതാണ് അവർ ഉദ്ദേശിക്കുന്ന കാര്യം. ആ രീതിയിൽ ഇറാനെ പിന്തുണച്ചുകൊണ്ട് ഖത്തീബ് ഹിസ്ബുള്ള രംഗത്തുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് ഇറാഖിൽ നിന്നുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഇനി രണ്ടാമത് വരുന്നത് യമനിലെ അൻസാറുള്ള ഹൂത്തികളാണ്. നേരത്തെ ഗസയിൽ ഇസ്രായേൽ നടത്തിയ നരനായാട്ടിനെതിരെ രംഗത്ത് വരികയും അവസാന നിമിഷം വരെ ഹമാസിനോടൊപ്പം സജീവമായി ഫലസ്തീനികൾക്കൊപ്പം നിന്ന് പോരാടിയ പ്രസ്ഥാനമാണ് യമനിലെ അൻസാറുള്ള എന്നുള്ളത്. ഫലസ്തീനിലെ സമാധാന ഉടമ്പടിക്ക് ശേഷം, ഗസയിലുള്ള സമാധാന ഉടമ്പടിക്ക് ശേഷമുണ്ടായ സമാധാന ഉടമ്പടികൾക്ക് ശേഷമാണ് അവർ അവരുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചത്. ചെങ്കടൽ കേന്ദ്രീകരിച്ചു പോകുന്ന ഇസ്രായേലി ഷിപ്പുകളെയാണ് അന്ന് അവർ ലക്ഷ്യം വെച്ചത്, ചരക്കു കപ്പലുകളെയാണ് ലക്ഷ്യം വെച്ചത്. ഇപ്പോൾ അവർ ഒരു ചെങ്കടൽ കേന്ദ്രീകരിച്ച് കൂടുതൽ ഓപ്പറേഷനുകൾ നടത്തുമെന്നാണ് പറയപ്പെടുന്നത്. മനസ്സിലാക്കാൻ കഴിയുന്നത് അത് പൂർണ്ണമായിട്ടും ഇറാനെ പിന്തുണച്ചുകൊണ്ടാണ്. ചെങ്കടലിലെ അമേരിക്കൻ ഇസ്രായേലി കപ്പലുകളെ അൻസാറുള്ള നേരിടാനുള്ള, പിടിച്ചടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നേരത്തെ ഹോർമിസ് കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിലാവുന്നതോടൊപ്പം തന്നെ ചെങ്കടലിലെ ഈ ചരക്കുപാത ഇടപെട്ടുകൊണ്ട് ഇവർ അൻസാറുള്ള അഥവാ യമനിലെ ഹൂത്തികൾ ഇടപെട്ടാൽ അത് കാര്യങ്ങൾ സങ്കീർണമാക്കും. ഇനി ലെബനനിലുള്ള ഹിസ്ബുള്ളയാണ്. കഴിഞ്ഞ ഹമാസ് തുടങ്ങി വെച്ച തൂഫാനുൽ അക്സക്ക് ശേഷം പൂർണ്ണമായിട്ടുള്ള ഗസാക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഹസൻ നസ്രുള്ളയുടെ കമാൻഡിന് പുറത്ത് അദ്ദേഹം കൊല്ലപ്പെടുന്നത് വരെ അതിശക്തമായി ഉറപ്പിച്ചിട്ടുണ്ടായിരുന്ന പ്രതിരോധ പ്രസ്ഥാനമാണ്. പൂർണ്ണമായിട്ടും ഒരു ഇറാനിയൻ ബേസ്ഡ്, ഇറാനെ എല്ലാ സമയത്തും പ്രൊട്ടക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇറാന്റെ സജീവമായ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ലെബനനിലെ ഹിസ്ബുള്ള എന്നുള്ളത്. ഹിസ്ബുള്ളയുടെ സൈനിക സംവിധാനങ്ങളും അവർക്കുള്ള പരിശീലനങ്ങൾ അല്ലെങ്കിൽ ആയുധമുറകളൊക്കെ
ഇറാൻ ആണ് നൽകുന്നത്. ഇറാന്റെ സൈനിക സംവിധാനമായ IRGC ആണ് അതിന് നേതൃത്വം നൽകുന്നത്. അവർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ്. നിലവിൽ ഇറാനിലേക്ക് ഈ ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്താൻ ഇസ്രായേൽ തയ്യാറായിരുന്നു. അമേരിക്കയുടെ അവിടുത്തെ പൗരന്മാരൊക്കെ അമേരിക്ക മാറ്റിയിട്ടുണ്ട്. ലെബനനിലെ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ ഹിസ്ബുള്ളയോട് ഒരു രീതിയിലും ഇസ്രായേലിലേക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഓപ്പറേഷനുകളോ അറ്റാക്കുകളോ നടത്തരുത് എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നിലവിലുള്ള അവസ്ഥയിൽ ഇതുവരെയും ഹിസ്ബുള്ള സജീവമായി യുദ്ധരംഗത്തേക്ക് ഇറങ്ങിയതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു നീണ്ടു നിൽക്കുന്ന യുദ്ധമായിട്ട് ഇത് പരിണമിച്ചാൽ സ്വാഭാവികമായിട്ടും ഹിസ്ബുള്ളയും രംഗത്ത് വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും ഈ ഇസ്രായേലുമായിട്ട് അതിർത്തി പങ്കിടുന്ന തെക്കൻ ലെബനനിലെ പ്രാന്തപ്രദേശങ്ങളിലാണ് ഹിസ്ബുള്ളയുള്ളത്. അപ്പോൾ ഈ ഇസ്രായേലിലേക്ക് നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിയുന്ന രീതിയിൽ ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ നടത്താം. അപ്പോൾ ഒരേ സമയം തന്നെ 3 മേഖലകളിൽ ഹോർമിസുൽ ഇറാൻ നേരിട്ട് ഹോർമിസ് കടലിലേക്ക് ഇറാൻ നേരിട്ട് ഇടപെടുമ്പോൾ, മറുഭാഗത്ത് ഇറാഖിലെയും അല്ലെങ്കിൽ സിറിയയിലെയും അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഖതീബ് ഹിസ്ബുള്ള ഇടപെടും. മറ്റൊരു ഭാഗത്ത് ചെങ്കടലിൽ ഹൂത്തികളുടെ പ്രവർത്തനം ഉണ്ടാകും. ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെക്കൻ ലെബനിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഹിസ്ബുള്ളയും നേതൃത്വം നൽകും. ഇതാണ് ഇതിന്റെ ഒരു സാധ്യത എന്നുള്ളത്. നിലവിലുള്ള സാഹചര്യത്തിൽ ഖതീബ് ഹിസ്ബുള്ളയാണ് നേരിട്ട് ഈ ആക്രമണ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിക്കെതിരെ എന്തെങ്കിലും രീതിയിലുള്ള വധശ്രമങ്ങൾ അടക്കമുള്ള നടപടികൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ പൂർണ്ണമായിട്ടുള്ള ഒരു ജിഹാദിന് ആഹ്വാനം ചെയ്യുമെന്ന് ഈ ഷിയ പരമോന്നത നേതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഷിയയുടെ പ്രധാനപ്പെട്ട പണ്ഡിത നേതൃത്വമായ ആയത്തുള്ള സിസ്താനി, ഇറാഖിൽ നിന്നുള്ള ആയത്തുള്ള സിസ്താനി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ വന്നാൽ മേഖലയിലുള്ള അല്ലെങ്കിൽ ലോകത്താകമാനമുള്ള ഈ ഒരു വിശ്വാസധാരയെ പിന്തുണക്കുന്ന വിഭാഗങ്ങൾ പൂർണ്ണമായിട്ടും അണിനിരക്കാൻ സാധ്യതയുള്ള ഒരു പോരാട്ടമായിരിക്കും വരാൻ പോകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് ഉള്ള സാധ്യതകളിലേക്ക് ഇത് പോയാൽ അവിടെ ഇറാൻ എങ്ങനെ അതിജീവിക്കുമെന്നുള്ള സംശയമാണ് പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഈ പ്രതിരോധ പ്രസ്ഥാനങ്ങളുടെ നിരന്തരമായി ഇത്തരം പോരാട്ട മേഖലകളിൽ അല്ലെങ്കിൽ ഇത്തരം യുദ്ധമുഖത്ത് സജീവമായി ഇടപെട്ട് വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള ഈ പോരാട്ട പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി എന്നുള്ളത്. നേരത്തെ തൂഫാനുൽ അക്സയ്ക്ക് ശേഷം തൂഫാനുൽ അക്സയുടെ മോചനത്തിനായി 10 ലക്ഷം പേരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു സൈനിക സംവിധാനം തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് യമനിലെ അൻസാറുള്ള ഹൂത്തികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനിയുടെ അവസാന വാക്കിന് അഥവാ അവസാന ഉത്തരവിന് വേണ്ടിയിട്ടാണെന്ന് അവർ കാത്തിരുന്നത്. അതുവരെയാണ് അവർ കാത്തിരുന്നത്. അത്തരമൊരു ഉത്തരവുണ്ടായാൽ അവർ രംഗത്ത് വരുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ ഇറാന്റെ അതിജീവനം ഏതെങ്കിലും രീതിയിൽ പ്രശ്നമായാൽ, ഇറാൻ ഈ യുദ്ധമുഖത്ത് ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ അകപ്പെട്ടാൽ സമ്പൂർണമായിട്ടുള്ള ഗറില്ല മുറകളിലേക്ക് യമനിലെ അൻസാറുള്ള മാറും. അതോടൊപ്പം തന്നെ ലെബനനിലെ ഹിസ്ബുള്ളയും ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പുകളും മറ്റു മിലിറ്റന്റ് ഇറാനെ പിന്തുണക്കുന്ന ഗ്രൂപ്പുകളും രംഗത്ത് വരും. ഫലസ്തീനിലെ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിന്റെ ഇസുദ്ദീൻ ഖസാം എന്ന അവരുടെ സൈനിക ബ്രിഗേഡ്സ് എന്നൊരു പ്രസ്താവന പറഞ്ഞിരിക്കുന്നു. ആ പ്രസ്താവന എന്നുള്ളത് ഇറാന് പരിപൂർണമായും തങ്ങൾ പിന്തുണക്കുന്നു. ഇറാന് മേലുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കടന്നു കയറ്റത്തെ ശക്തമായി അപലപിക്കുന്നു. ഇതിനെ നേരിടാനുള്ള ഇറാനിയൻ പ്രതിരോധത്തെ പിന്തുണക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് ഫലസ്തീന് അനുകൂലമായ ഇറാന്റെ നിലപാടുകൾ കൊണ്ടാണ്. ആ നിലപാടുകൾ ഫലസ്തീന് അനുകൂലമായി എല്ലാ സമയത്തും നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാജ്യം എന്നുള്ള നിലക്ക് ഇറാന്റെ ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങളെ തങ്ങൾ പിന്തുണക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇസുദ്ദീൻ അൽ ഖസാമിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. നിലവിൽ ഗസയിൽ സമാധാന ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് സമാധാന ഉടമ്പടി നിലനിൽക്കുകയാണ്. ആ സമാധാന ഉടമ്പടി നിലനിൽക്കുമ്പോൾ അവിടെ ഒരു സമാന്തരമായ സർക്കാർ ഉണ്ടാക്കി ആയുധങ്ങൾ ഹമാസ് കൈമാറണമെന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം. ഹമാസ് ഇതുവരെ ആയുധങ്ങൾ കൈമാറാൻ തയ്യാറായിട്ടില്ല. പക്ഷെ എങ്കിൽ മാത്രമല്ല ഈ ഗസയുമായി ബന്ധപ്പെട്ട് ഗസയിലുള്ള
അവിടുത്തെ സംവിധാനങ്ങളെ വീണ്ടും സജീവമാക്കിക്കൊണ്ട് ഹമാസിന്റെ മിലിറ്റന്റ് പ്രവർത്തനങ്ങൾ, ഹമാസിന്റെ ഒരുപാട് ഫൈറ്റർമാർ കഴിഞ്ഞ യുദ്ധത്തിനിടയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു. തൂഫാൻ ലക്സക്ക് ശേഷം നടന്ന ഈ പോരാട്ടത്തെ അവർക്ക് നഷ്ടമായിരുന്നു. പക്ഷെ അവരൊക്കെ പകരം ആളുകളെ നിയമിച്ചുകൊണ്ട് സമ്പൂർണമായിട്ടുള്ള ഗസയുടെ നിയന്ത്രണം ഹമാസിന്റെ കയ്യിലേക്ക് തന്നെ വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അവിടെ സർക്കാരിന്റെ ഭാഗമായി നിലവിൽ പ്രവർത്തനം നടത്തുന്നത് ഈ ഹമാസ് ആണ്. ഇതാണ് നിലവിലുള്ള സാഹചര്യം എന്നുള്ളത്. ഏതായാലും ഒരു നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന് ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടുള്ള നടപടികളിലേക്ക് പോകണമെന്ന് ഈ റെസിസ്റ്റൻസ് ഗ്രൂപ്പുകൾക്ക് അവരുടെ നേതൃത്വങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങൾ ലഭിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ ഒരു വളരെ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായിട്ട് ഇറാൻ ഇതിനെ കണക്ക് കൂട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഗ്രൂപ്പുകളും എല്ലാ രീതിയിലും ഇറാനെ പിന്തുണച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും രംഗത്ത് വരിക തന്നെ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.